വീട്ടുതടങ്കലിലാക്കി ഉപദ്രവിക്കുകയാണെന്ന് പരാതി ഉന്നയിച്ച ഉദുമയിലെ CPM പ്രാദേശിക നേതാവ് PV ഭാസ്കരന്റെ മകൾ സംഗീതയെക്കുറിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് സംഗീതയുടെ ഓഡിയോ സന്ദേശവും നമ്മൾ സംഗീതയോട് നേരിട്ട് സംസാരിച്ചതുമൊക്കെ വാർത്ത നൽകിയിരുന്നു. ഒരു ഓഡിയോ പോലും ഒഴിവാക്കാതെ സംഗീത പറഞ്ഞതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. നിലവിൽ ഇതിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടവരുടെ മറുവാദങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ഇരുവശങ്ങളും സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയുകയാണ്. കാസർഗോഡ് നിന്നുള്ള അഭിഭാഷകനായ ശ്രീകാന്ത് നൽകിയ ഒരു വിശദീകരണമാണ് ഞാൻ ഈ വിഷയത്തിൽ മറുപക്ഷത്തിന്റെ പ്രതികരണം എന്ന നിലയിൽ ആദ്യം കണ്ടത്. ഫേസ്ബുക്കിൽ അദ്ദേഹം ദീർഘമായ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: കാള പെറ്റെന്ന് കേട്ട ഉടൻ കയർ എടുക്കുന്നവരോട്, കമ്മ്യൂണിസം വീട്ടിൽ നിന്ന് പുറത്തു മതി, അരയ്ക്ക് താഴെ സ്വാധീനം നഷ്ടപ്പെട്ട മകൾ പറയുന്ന ദീനരോധനം കേട്ടാൽ ആരും ഒന്ന് പതറിപ്പോകും. ധാർമ്മിക രോഷം കൊള്ളും, സ്വാഭാവികം. പക്ഷേ സത്യം എന്തെന്നറിയാതെ വീഡിയോ പ്രചരിക്കുന്നത് 2.5 വർഷമായി തളർന്നു കിടക്കുന്ന, ലക്ഷ്യങ്ങൾ ചിലവ് വഹിച്ച് മകളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മാതാപിതാക്കളോട് ചെയ്യുന്ന കടുത്ത ക്രൂരതയായിരിക്കും. പറഞ്ഞു വന്നത് ഉദുമയിലെ CPM നേതാവ് PV ഭാസ്കരന്റെ മകൾ സംഗീതയുടെ വീഡിയോ സംബന്ധിച്ചാണ്. ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് അച്ഛൻ തന്നെ വീട്ടുതടങ്കലിൽ വെച്ചിരിക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പൊതുസമൂഹത്തിന്റെ ഇടപെടൽ ഉറപ്പുവരുത്താനാണ് വിവാഹമോചിതയും 13 വയസ്സുള്ള കുട്ടിയുടെ അമ്മയും കൂടിയായ സംഗീത ശ്രമിക്കുന്നത്. ഭാസ്കരേട്ടൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, സംശയമില്ല. 2.5 വർഷം മുൻപ് റോഡ് അപകടത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മകൾക്ക് വേണ്ടി അദ്ദേഹം 55 ലക്ഷം രൂപ ചെലവഴിച്ചു. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. അതിനിടയിലാണ് റാഷിദ് ചികിത്സയ്ക്കായി വീട്ടിലെത്തുന്നത്. വീട്ടിൽ വെച്ച് കുറെ ദിവസം ചികിത്സിച്ചു. സംഗീതയുടെ ദൗർബല്യം മുതലെടുത്ത് ബ്രെയിൻ വാഷ് ചെയ്ത് സഹായിക്കുന്നതിന്റെ മറവിൽ തന്റെ ചില രഹസ്യ അജണ്ട നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാക്കുന്നു. അതിൽ സംഗീത വീഴുന്നു. ഈ ഗൂഢാലോചന മനസ്സിലാക്കി ഭാസ്കരേട്ടനും കുടുംബവും മകളെ ഈ ചതിക്കുഴിയിൽ നിന്ന് വീഴുന്നത് തടയാൻ ശ്രമിക്കുന്നു. പിന്നീട് സംഗീതയെ വീട്ടുതടങ്കലിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റാഷിദ് തന്റെ സുഹൃത്തായ അർജുൻ വഴി ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് ഹർജി ഫയൽ ചെയ്യുന്നു. ഹൈക്കോടതി ജഡ്ജിമാർ സംഗീതയുമായി വീഡിയോ കോൺഫറൻസ് വഴി സംസാരിക്കുന്നു. മാസങ്ങൾ നീണ്ട വിചാരണയ്ക്കൊടുവിൽ ഗൂഢാലോചന പുറത്തുവരുമെന്ന് ഉറപ്പായപ്പോൾ കേസ് പിൻവലിച്ച് കണ്ടം വഴി ഓടി. കേസ് പിൻവലിക്കാൻ അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയിൽ ഹർജിക്കാരനെതിരായ ശക്തമായ നിരീക്ഷണമുണ്ടായി. സംഗീതയ്ക്ക് മൂന്നാം എതിർകക്ഷിയായി പിതാവ് PV ഭാസ്കരനും പോലീസ് സംരക്ഷണം നൽകാൻ കൃത്യമായ നിർദ്ദേശവും ഹൈക്കോടതി നൽകി. ഈ സംഭവം പരാജയപ്പെട്ടപ്പോഴാണ് പുതിയ അടവുമായി വീഡിയോയുമായി സോഷ്യൽ മീഡിയ രംഗത്ത് വന്നത്. സംഗീതയെ ബ്രെയിൻ വാഷ് നടത്തി സ്വന്തമാക്കിയതിനു ശേഷം അപകട ഇൻഷുറൻസ് തട്ടിയെടുക്കുകയോ ജീവകാരുണ്യത്തിന്റെ പേരിൽ പണപ്പിരിവ് നടത്തി തന്റെ സ്വാർത്ഥത നേടിയെടുക്കുകയോ മറ്റുമാണ് റാഷിദിന്റെ ലക്ഷ്യം. ഒപ്പം ജിഹാദ് നടപ്പിലാക്കുക. ഇത് മനസ്സിലാക്കാതെ വീഡിയോ പ്രചരിപ്പിച്ച് വാർത്ത പടച്ചുവിടുന്നവർ അറിയുന്നില്ല വേദനിക്കുന്ന മാതാപിതാക്കളുടെ വിഷമം. ഇത്തരമായിട്ടും ആ മകളെ ചേർത്ത് പിടിക്കുന്ന മാതാപിതാക്കളെ സമൂഹം ചേർത്ത് പിടിക്കണം. ഒപ്പം ജിഹാദി അജണ്ട തിരിച്ചറിയുമെന്നാണ് എന്റെ അഭ്യർത്ഥന. കൂടാതെ ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്. നോക്കൂ, ഈ പോസ്റ്റിൽ ഉടനീളം സംഗീത എന്താണോ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് നേരെ എതിർവശത്തുള്ള ഒരു ആരോപണമാണ് കേട്ടത്. ഇതിൽ ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. അതേസമയം നല്ല രീതിയിൽ മകൾക്ക് ചികിത്സ നൽകിയെന്ന് സംഗീതയുടെ അച്ഛനും പറയുന്നു. ചികിത്സയ്ക്ക് എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്. അരയ്ക്ക് താഴെ സ്വാധീനമില്ലാത്ത മകളെ വിവാഹം കഴിക്കാമെന്ന് പറയുന്നതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നും ഈ പിതാവ് ആരോപിക്കുന്നുണ്ട്. സ്വത്തും പണവും കൈക്കലാക്കുകയാണ് ലക്ഷ്യമെന്നാണ് കുട്ടിയുടെ പിതാവും പറയുന്നത്. ഇതിനേക്കാൾ ഉപരിയായി മകളെ വീട്ടുതടങ്കലിലാക്കി ഉപദ്രവിക്കുകയാണെന്ന ആരോപണം തെറ്റെന്ന് നാഡി വൈദ്യൻ ഈ റാഷിദിന്റെ ഭാര്യ, അതായത് സംഗീത വിവാഹം കഴിക്കാൻ പോകുന്ന ആഗ്രഹിച്ചിരുന്ന പ്രണയിച്ചിരുന്ന റാഷിദിനൊരു ഭാര്യയുണ്ടെന്നും റാഷിദിന്റെ ഭാര്യയുടെ മൊഴിയും വന്നിട്ടുണ്ട്. ഈ യുവതിയെക്കുറിച്ച് ചോദ്യം ചെയ്തതിന് തന്നെ മകളുടെ മുന്നിൽ വെച്ച് കത്തിയെടുത്ത് കുത്താൻ വന്നെന്നും ബെൽറ്റ് കൊണ്ട് അടിച്ചെന്നും വായും മൂക്കുമൊക്കെ പൊത്തിയിട്ട് തന്നെ ഉപദ്രവിച്ചുവെന്നും യുവതി വെളിപ്പെടുത്തുന്നുണ്ട്. റാഷിദ് ശരിക്കും വൈദ്യനല്ല എന്നും ചികിത്സിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ലെന്നും യുവതി വെളിപ്പെടുത്തി. മയക്കുമരുന്ന് മാഫിയയുമായി റാഷിദിന് ബന്ധമുണ്ടെന്നൊരു വലിയ ആരോപണവും റാഷിദിന്റെ ഭാര്യ ഉന്നയിക്കുന്നുണ്ട്. ലഹരി കച്ചവടത്തിനായി വൈദ്യ ചികിത്സ മറയാക്കുന്നുവെന്നും യുവതി പറഞ്ഞു. മാത്രമല്ല, ഇയാൾക്ക് പല പെണ്ണുങ്ങളുമായും അടുപ്പമുണ്ട് എന്നും അതിന്റെ ഓഡിയോ ക്ലിപ്പ് അടക്കമുള്ളത് തന്റെ കയ്യിലുണ്ട് എന്നും ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നും കാസർഗോഡുള്ള ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടായിരുന്നു, അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരുന്നു, ഇതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നതെന്നുമൊക്കെ ഈ റാഷിദിന്റെ ഭാര്യ പറയുന്നുണ്ട്. നാഡി വൈദ്യനായ റാഷിദ് നീലേശ്വരം കോട്ടപ്പുറം സ്വദേശിയാണ്. റാഷിദാണ് സംഗീതയെ ചികിത്സിച്ചിരുന്നത്. ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു. റാഷിദ് ശരിക്കുള്ള വൈദ്യനല്ല. ചികിത്സിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയെന്ന് എന്നത് പുറത്തു വരേണ്ടതുണ്ട്. മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട്, ലഹരി കച്ചവടത്തിനായി വൈദ്യ ചികിത്സ മറയാക്കുന്നു എന്നുള്ള വലിയ ആരോപണങ്ങളാണ് റാഷിദിന്റെ ഭാര്യ പറയുന്നത്. ചതര പോലീസിൽ റാഷിദിന്റെ ഭാര്യ നൽകിയ കേസിൽ അന്വേഷണം എന്തായാലും തുടരുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ കബളിപ്പിച്ച് കൈക്കലാക്കിയെന്നും യുവതി പറയുന്നുണ്ട്. ചികിത്സയ്ക്കെന്ന പേരിൽ 4 ലക്ഷത്തോളം രൂപയും ഉപകരണങ്ങൾ വാങ്ങാനെന്ന പേരിൽ 1 ലക്ഷം രൂപ ഇയാൾ ഇതിനോടകം കൈപ്പറ്റി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്.
എന്നാൽ സംഗീതയുടെ ആരോഗ്യനിലയിൽ മാറ്റവുമില്ല. ഇതോടെയാണ് സംഗീതയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. തുടർന്ന് ഇയാളെ വിവാഹം കഴിക്കണമെന്ന ആവശ്യം സംഗീത ഉന്നയിക്കുകയായിരുന്നു. എന്തായാലും കൂടുതൽ അന്വേഷണം വേണ്ടുന്ന ഒരു കേസാണ് ഇതെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ വൈദ്യന് ഭാര്യയും 2 കുട്ടികളും ഉണ്ട് എന്ന വാർത്തയും ആ ഘട്ടത്തിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയുമായി ഇയാൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നു എന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മാത്രമല്ല ഭാര്യ നൽകിയ പരാതിയും വലിയ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട്. എന്തായാലും സംഗീതയുടെ ഭാഗവും കേൾക്കണം, ഈ കുടുംബത്തിന്റെ ഭാഗവും കേൾക്കണം. അന്വേഷണം കൃത്യമായി നടക്കണം. തെറ്റ് ആരുടെ ഭാഗത്താണെങ്കിലും അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് ഒരു വക്കീലാണ് പറഞ്ഞതെങ്കിൽ അതും അന്വേഷിക്കപ്പെടണം. നമസ്കാരം.